ഹലോ. അപ്പോൾ നമ്മൾ ഡേ ഇന്ന് 22 മെയ് 2024 ആണ്. അപ്പോൾ ഇന്ന് 2 ഗസ്റ്റ് വന്നിട്ടുണ്ട്. എൻ്റെ ഒരു വളരെ നല്ലൊരു കൂട്ടുകാരനാണ്. നമ്മൾ ഒരുമിച്ചായിരുന്നു ഒരുമിച്ച് ജോലി ചെയ്തത്. അപ്പോൾ അവൻ കൊച്ചി വന്നിട്ടുണ്ട് എന്നെ കാണാൻ. അപ്പോൾ അവന് വേണ്ടി നമ്മൾ 2 ദിവസം ഇവിടെ പത്തനംതിട്ട മൊത്തം കറങ്ങി അടിച്ചു പൊളിക്കാനുള്ള പരിപാടിയാണ്. അപ്പോൾ നമ്മളെ സഹായിക്കാൻ വേണ്ടി നമ്മുടെ അടുത്ത് വന്നിട്ടുണ്ട് ഭവാനിയമ്മ. എന്താണ് പറയുന്നത്? എങ്ങനെയുണ്ട്? രാവിലെ തൊട്ടുള്ള ഫൈറ്റായിരുന്നു. 9 മണിക്ക് തുടങ്ങി ഇപ്പം 2 മണിക്കാണ് പരിപാടി. 2:30 ആവുന്നു. ഒക്കെ തീരുന്നു. എങ്ങനെയുണ്ടായിരുന്നു? ചോറായി, തോരൻ, മീൻകറി, സാമ്പാർ ഉള്ള ഐറ്റംസ് എല്ലാം റെഡി. പിന്നെ നമ്മുടെ അടുത്ത സ്റ്റാറാണ് ഇവിടെ. സ്റ്റാറായാലും എന്റെ പൊന്നാരം നമ്മൾ കഷ്ടപ്പെട്ടാണ് ഇതെല്ലാം ഉണ്ടാക്കിയത്. ദൈവം മമ്മിനെ അനുകരിക്കുന്നത് ഞാൻ എപ്പോഴും പറയും. എന്നെ ഈ പ്രേക്ഷകർ മുമ്പ് വെച്ച് ഞാൻ പറയുന്നു ദൈവം. ഇത് കൂടാതെ നമ്മുടെ വേറൊരു സ്റ്റാറുണ്ട് ഇവിടെ. യെസ്, രാവിലെ എല്ലാം റെഡിയാക്കി ക്ലീൻ ചെയ്ത് സെറ്റ് ചെയ്താണ് നമ്മുടെ പൊന്നാര മോൾ ജിബി മോൾ. പിന്നെ നമ്മുടെ അടുത്ത സ്റ്റാർ ഇവിടെ ഉള്ള പണിയെല്ലാം ചെയ്യാൻ ക്ലീൻ ചെയ്ത സാധനം എല്ലാം പിന്നെയും ഉള്ള എല്ലാം എന്തുവാ നിരത്തി വാഴ ചെയ്യാനുള്ള ആളാണ് ഇവൻ. നമുക്ക് ഗിഫ്റ്റ് ഒക്കെ കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ. അവർ വന്നിട്ടുണ്ട്. അവർ ഫ്രഷ് ആവാൻ മേലോട്ട് പോയിട്ടുണ്ട്. അപ്പം ജോനുവിന് ഒരു ബൈക്ക് കിട്ടിയിട്ടുണ്ട്. ചേച്ചി ബൈക്ക് തന്നു ജോനുവിന്, ആണോ? അപ്പം ഇനി ഞാൻ വ്ലോഗ് ചെയ്ത് തുടങ്ങാം. അപ്പോൾ നമ്മുടെ ഇന്നത്തെ ഫുഡെന്ന് പറയുന്നത് ഇലയിലുള്ള ഫുഡാണ് അവർക്ക് മെയിൻ കൊടുക്കുന്നത്. അപ്പോൾ അവർക്ക് ഇങ്ങനത്തെ നാടൻ ഫുഡ് കഴിക്കണം എന്നുള്ളൊരു ആഗ്രഹമാണ്. അപ്പം നമ്മൾ ഇങ്ങനെയാണ് ഒരുക്കുന്നത്. വാഴയിലക്കകത്തുള്ള നമ്മുടെ സദ്യയാണ്. നോൺ വെജ് അല്ല കേട്ടോ. നോൺ വെജ് ഒരു ഫിഷ് ഉണ്ട്, ഫിഷ് ഫ്രൈ ഉണ്ട്, നമ്മൾ വയ്ക്കുന്നുണ്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ സ്പെഷ്യൽ ഫുഡ്. നമുക്ക് നോക്കാം. അവർ ഫ്രഷ് ആയിട്ട് തരട്ടെ. This is the guest from Cochin, Jessie and Pujama. Hello. We are right now at Angadikal. Yeah, so they have come after a long drive of 3 hours. More than that. And it was a lovely drive. Okay, so Kerala specifically this part is very beautiful. So they're going to be with us for another 2 days, and God willing, we're going to explore Kerala. They'll see places that even I have not been to. So all of you guys, stay tuned. When they serve rice at last, they'll serve rice at the end. Okay. And they start with all these chips. They'll start with some chips, then some pachadi, all this vegetables. Yeah. So here we are at the Koni Ecotourism Park. Yes. In Koni. It's about 20 minutes away from Sam's place. Yeah. We are really excited to see all the elephants who are here. Yes. We have 2 elephants coming behind. We have our lovely lady. Lady thing. Sam is going to get a good amount of beating after going back. Sorry, excuse me. We'll edit that. We'll remove that from the videos. അപ്പോൾ നമ്മൾ ടിക്കറ്റ് എടുത്ത് അകത്തോട്ട് കയറി. ഒരു ടിക്കറ്റിന് 50 രൂപയാണ്. അപ്പം പാർക്കിങ്ങിന് 30 രൂപ. അത് ഇപ്പോൾ നമ്മൾ അകത്താ. ഓക്കെ, നമുക്കിടുത്ത് കാഴ്ച കാണാം. കമോൺ. ഇതാണ് ആനക്കൂട്. അറിയാ ജോലി കാണാം. നിന്നെ എലിഫന്റ് കാണിക്കാൻ വേണ്ടി ഇവിടെ വന്നു. ഇതാണ് ഇവിടുത്തെ ആന. ഒരു ആന ഇവിടെ പിടിച്ചിട്ടുണ്ട് കേട്ടോ. ഞാൻ കുറച്ച് പ്രശ്നക്കാരനായതുകൊണ്ടായിരിക്കും. കാണാൻ പറ്റുന്നുണ്ടോ ഗൈസ്? ഇങ്ങനൊരു ഇതെടുക്കാം, വീഡിയോ എടുത്തില്ല. നമുക്ക് അവിടുന്ന് അങ്ങ് പോയെടുക്കാം. അവിടുന്ന് ഇങ്ങനെ നടന്നു വരാം. ഇവിടെ കാണാൻ പറ്റുന്നില്ല. പിടിക്കാമോ? ഞാൻ എടുക്കട്ടെ വീഡിയോ.
ഒന്ന് പിടിച്ച്. Jesse, what do you say after seeing the elephant? Amazing. Looks like you've just seen an elephant. mud spa. No. Junu, what do you have to say after seeing the elephant? You like it? Junu, Happy already. Junu, what do you have to say, man? Yes. Like it, Junu? ഇതൊക്കെ ഡൽഹിയിൽ ഒരു എക്സിബിഷൻ ഉണ്ടായിരുന്നു. ബാലമറ്റിലോട്ട് ഓരോ ആർട്ടിസ്റ്റിൻ്റെ മനസ്സിൻ്റെ ആ രീതിയിൽ ഇത് തൃശ്ശൂരിലായിരിക്കും തൃശ്ശൂരിൽ there is like almost some 50 temples. Every temple will have their own punishment competition. When the elephant punishment competition, this they get the prize. So you would have and there is something. ചെറിയ വയസ്സ് 22 വയസ്സുണ്ട് 2014 എല്ലാവരും ഇങ്ങനെ ഡാൻസിങ് മോഡിലല്ലേ? പാർട്ടി മോഡ് ഓൺ. These are the what do you call mammoths were the ancestors of elephants, you know? Mammoth. ജോനു ഡാൻസ് കളിക്കുന്നുണ്ടോ എലിഫന്റ്? എലിഫന്റ് ഉണ്ടോ ജോനു? ആ 11 years, 22 years, 33 years. But after seeing this one is younger, looks younger. ഒരു അറിയാൻ നമ്മൾ കരുതുന്നത്
എത്ര രൂപ? 15 minutes. 15 minutes? 20 rupees. വന്യജീവി സംരക്ഷണ നിയമം 1972 വ്യവസ്ഥകൾ അനുസരിച്ച് ആനകൾക്ക് സംരക്ഷണം ഒരുക്കുന്നു. ഈ വ്യവസ്ഥകൾ ലംഘിക്കുന്ന പാമ്പുണ്ട്. ഇനി നമ്മൾ ചുട്ടിപ്പാറയിലേക്കുള്ള യാത്രയാണ്. ചുട്ടിപ്പാറ പത്തനംതിട്ടയിലെ സെൻറ്ററിലുള്ളൊരു പാറയാണ്. നമുക്ക് അവിടെ വന്നു കഴിഞ്ഞാൽ പത്തനംതിട്ട മുഴുവൻ നമുക്ക് കഴിയും. ചുട്ടിപ്പാറ കാണാൻ വന്നിരിക്കുന്നത്. ചുട്ടിപ്പാറ അതും ദാ ഇവനെ കൊണ്ട് അല്ല ജനു. ജനു ഇഷ്ടപ്പെട്ടോ? ചുട്ടിപ്പാറ ഇഷ്ടപ്പെട്ടു ജനു? ജനു കൂടെയൊക്കെ പിടിച്ച് അങ്ങനെ നമ്മൾ ഇതിൻ്റെ ജ്യൂസൊക്കെ കുടിച്ച് കഴിഞ്ഞിട്ട് ഇന്ന് സെൻറ്റ് സ്റ്റീഫൻസ് ഓർത്തഡോക്സ് ചർച്ചിലേക്കാണ് പോകുന്നത്. പത്തനംതിട്ടയിലെ ഏറ്റവും വലിയൊരു പള്ളിയാണ് കേട്ടോ. മാക്കാൻകുന്ന് പള്ളി എന്നറിയപ്പെടുന്ന സെൻറ്റ് സ്റ്റീഫൻസ് ഓർത്തഡോക്സ് ചർച്ചിലേക്കാണ്. ഞങ്ങൾ ചെന്ന ടൈം വളരെ കറക്റ്റ് സമയമായിരുന്നു കേട്ടോ. ഞങ്ങൾ ചെന്നപ്പോൾ അവിടെ കുറച്ച് തീർത്ഥാടകരുണ്ടായിരുന്നു കേട്ടോ. വയനാട്ടിൽ നിന്ന് വന്നവരാണ്. അപ്പോൾ അവർക്ക് വേണ്ടി എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കുമായിരുന്നു അവിടുത്തെ അച്ഛൻ. പിന്നെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമാണെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ ശരി, നെക്സ്റ്റ് വീഡിയോ കാണാം. ബൈ ബൈ.